ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. തലവര അർജുൻ അശോകൻ, രേവതി ശർമ്മ, അശോകൻ, ദേവദർശിനി, മുഹമ്മദ് റാഫി, മനോജ് മോസസ്, അങ്ങനെ ഒരു കാസ്റ്റ് ഉള്ള ഒരു സിനിമ, ഒരു കൊച്ചു സിനിമ. സോ തലവരയെ കുറിച്ച് പറയുമ്പോൾ ഡയറക്റ്റഡ് ബൈ അഖിൽ അനിൽകുമാർ, സ്റ്റോറി റിട്ടൺ ബൈ അഖിൽ അനിൽകുമാർ ആൻഡ് അപ്പു അസ്ലം. ആൻഡ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മഹേഷ് നാരായണൻ ആൻഡ് ഷെബിൻ ബക്കറാണ്. ഈ സിനിമയുടെ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് ഇലക്ട്രോണിക്കലിയാണ്. അപ്പോൾ ഈ സിനിമയിൽ വരുമ്പം ആദ്യം എനിക്ക് എടുത്തു പറയേണ്ടത് അർജുൻ അശോകന്റെ പെർഫോമൻസ് ആണ്. ഞാൻ ഇത്രയും സിനിമ കണ്ടതിൽ അർജുൻ അശോകൻ വളരെ നന്നായിട്ട് ഇമോഷണൽ ആക്ടിങ്ങും സീൻസൊക്കെ നന്നായിട്ട് കിടലായിട്ട് കണക്ട് ചെയ്ത എനിക്കൊരു സിനിമ തലവര തന്നെയാണ്. അദ്ദേഹത്തിന് ആ ഒരു ആക്ടിങ് ഈ സിനിമയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്, നല്ല രീതിക്ക് തന്നെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഒരു പാലക്കാടിലെ ഒരു ടൗണിൽ ഒരു ചെറിയൊരു വീട്ടിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരാള്, പുള്ളിക്കാരന് പാണ്ടുണ്ട്. ആ പാണ്ട് മുഖത്ത് ആ വെള്ള കളറൊക്കെ ഉള്ള, അപ്പൊ അതുകൊണ്ട് കൂട്ടുകാരും അവിടെ ഉള്ളവരൊക്കെ പാണ്ട എന്നാണ് വിളിക്കുന്നത് പുള്ളിക്കാരന്. അപ്പൊ ഇത് എന്താ വെച്ചാൽ ഒരു മോട്ടിവേഷണൽ, എന്താ പറയാ, ഒരു ഫെയില്യുവർ അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിലുള്ളവർ നമുക്കൊരു കുറവുണ്ടെങ്കിൽ എങ്ങനെ കാണും എന്നുള്ളൊരു സിറ്റുവേഷനെ ചൂണ്ടിക്കാണിച്ച് ഒരു പടത്തിനെ ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോകുക. ഒരു മോട്ടിവേഷണൽ സിനിമ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു കോർ ഐഡിയ എന്ന് പറയുന്നത് എന്താ, ഒരു സിറ്റുവേഷൻ, അതായത് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കരിയറിന് വേണ്ടിയിട്ട് ഒരു ആൾ ചൂസ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, പിന്നെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിൽ ആരെ ചൂസ് ചെയ്യണം, ഫാമിലിയെ ചൂസ് ചെയ്യണോ, ഗേൾ ഫ്രണ്ടിനെ ചൂസ് ചെയ്യണോ, അതോ കരിയറിനെ ചൂസ് ചെയ്യണോ, ഒരു മെൻസ് ലൈഫ് സിറ്റുവേഷൻ റിലേറ്റബിൾ ആക്കുന്ന ഒരു സീൻ. അപ്പോൾ ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, പുള്ളിക്കാരന് മുമ്പേ സിനിമയിൽ കയറണമെന്നൊരു ആഗ്രഹം നമുക്കുണ്ട് അർജുൻ അശോകന്. അങ്ങനെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും സീൻസുകളൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട്. ആൻഡ് ഡയറക്ടർ എന്താണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെയാണ്. എന്താണ്, എന്ത് കുറവുണ്ടായാലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് മുന്നേറാൻ പറ്റും. ആൻഡ് ഇതിൽ കുറെ ടിപ്പിക്കൽ ക്ലീഷേ സീൻസ് ഒക്കെ ഉണ്ട്. നമ്മളെ ഈ നോർമൽ സിനിമകളൊക്കെ കാണുന്ന പോലെ എല്ലാ സിനിമകളിലും ഇതേപോലെ ആഗ്രഹമുള്ളവർ അവസാനമാകുമ്പം ഒരു സിനിമയിലെത്തുന്നു, അവസാനം തിയേറ്ററിൽ ഒന്ന് ക്ലാപ്സ്, അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ സീൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് അത്ര കണക്ട് ആയില്ല, എല്ലാം കണ്ടതുപോലെ ആയി തോന്നി. ആൻഡ് ഇതിൽ രേവതി ശർമ്മ എന്ന് ഹീറോയിൻ, പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സിനിമയാണ് തോന്നുന്നു. ആൻഡ് പുള്ളിക്കാരി ചെയ്തിട്ടുള്ള റോള് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പാട്ടുകൾ ഇവരുടെ ഒരു, എന്താ പറയാ, ഒരു റൊമാൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തി നിറച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. ചുമ്മാ ഒരു പാട്ടുണ്ട്, അപ്പോൾ അതിപ്പോൾ ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്, ഒരു സൂറത്തായി അങ്ങനെയൊക്കെ ഒരു പാട്ട്. അതൊഴിച്ച് പിന്നെ ബാക്കി ആ ഒരു 7-8 മിനിറ്റ് തന്നെ 2-3 പാട്ടാണ് അവിടെ പ്ലേസ് ചെയ്യുന്നത്. ചുമ്മാ പാട്ട് കുത്തി കയറ്റിയതായിട്ട് ഒരു ഫീൽ ചെയ്തു, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്തു എനിക്ക്. പിന്നെ അശോകൻ, ഹരിഹർ നഗർ എല്ലാത്തിലുള്ള അശോകന്റെ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അർജുൻ അശോകന്റെ അച്ഛനായിട്ടാണ് സിനിമയിൽ വരുന്നത്. പുള്ളിക്കാരൻ ഇതുപോലെ ഒരു പഴയ സിനിമാ മോഹിയായിരുന്നു. സിനിമാ മോഹം കാരണം ജീവിതവും കുടുംബവും എല്ലാം തുലച്ചു, അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. അപ്പൊ പുള്ളിയുടെ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ അർജുൻ അശോകന്റെ കൂടെ ഉള്ള മനോജ് മോസസ്, മുഹമ്മദ് റാഫി, അങ്ങനെ കുറച്ച് പേരുമായിട്ടുള്ള കുറച്ച് കോമഡിയും കാര്യങ്ങളും റിലേറ്റബിൾ ആയിട്ടും അങ്ങനെയൊക്കെ. പിന്നെ തുടക്കത്തിൽ അവരുമായിട്ടുള്ള കുറച്ച് സീൻസൊക്കെ ഒരുപാടൊക്കെ കുത്തി കയറ്റിയിട്ടുണ്ട്. എന്താ പറയുക, ഒരു യൂത്തിനെ അല്ലെങ്കിൽ ഒരു യങ് ജനറേഷനെ കുറച്ച് കോമഡിയും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പാലക്കാടൻ സ്ലാങ് ആണ് അതൊന്നും എനിക്ക്, ബട്ട് പലപ്പോഴും ആ ഒരു ടിപ്പിക്കൽ ടൗണിലുള്ളവർ, പാലക്കാട് ടൗണിലുള്ളവർ ആ ഒരു നേറ്റീവ് ലാംഗ്വേജ് സംസാരിക്കണമല്ലോ. പലപ്പോഴും എനിക്ക് തോന്നിയത് അർജുൻ അശോകൻ ആ ഒരു ഫുള്ളായിട്ട് വന്നിട്ടില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരം സ്ലാങ് ഒക്കെയാണ് തോന്നിയത്. ആൻഡ് സിനിമ മൊത്തത്തിൽ പറയുവാണെങ്കിൽ പറയുന്നത് ഇത് തന്നെയാണ്, മോട്ടിവേഷൻ, അതായത് തളരാൻ പാടില്ല. പിന്നെ ഈ സിനിമ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഇന്റർവെല്ലിൽ കിടലനായിട്ടൊരു ഇമോഷണൽ സാധനമൊക്കെ തന്ന് നല്ലൊരു ഇടവേള തരുന്നുണ്ട്. ആൻഡ് ഇതിൽ തന്നെ ഒരു നല്ല സീൻസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇവര് ഒരു കാസ്റ്റിങ്ങിൽ സെലക്ട് ചെയ്തിട്ട്, ഓഡീഷനിലൊക്കെ സെലക്ട് ചെയ്തിട്ട് അർജുൻ അശോകനെ ഡയറക്ടേഴ്സൊക്കെ വിളിച്ച് ഇങ്ങനെ ഒരു സിനിമയിലുണ്ടെന്ന് പറഞ്ഞ്, അപ്പൊ സിനിമയിൽ പോകുമ്പോൾ ഈ ബാക്കിൽ കൊടിയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു സീനൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഒരു കളിയാക്കലും, ആ സീനൊക്കെ നന്നായിട്ട് അർജുൻ അശോകൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആൻഡ് സിനിമയിൽ അവസാനത്തോടെ വരുമ്പം ഞാൻ പറഞ്ഞില്ലേ, എത്ര വന്നാലും നിങ്ങൾക്ക് നിങ്ങളോട് വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാത്ത പക്ഷം നിങ്ങൾ വിജയിക്കും. നിങ്ങൾക്ക് തോന്നുന്നില്ല എനിക്കൊരു കുറവുണ്ട്, അതെനിക്ക് തോന്നുന്നില്ല, അതെനിക്ക് കുഴപ്പമില്ല, ഞാൻ പക്ഷെ നേടും. അപ്പോൾ ഇതും പറയുന്നത് പിന്നെ സിനിമയും ഒരു ഇതിലായിട്ട് പൊക്കി അടിക്കുന്നുണ്ട്.
കഴിവുള്ളവർക്ക് നിൽക്കാം, അല്ലാത്തവരെ സിനിമ തഴയും എന്നുള്ളൊരു സിറ്റുവേഷൻ. പിന്നെ വീണ്ടും ആ സ്റ്റേറ്റ്മെന്റിനെ മറിച്ച് അർജുൻ അശോകൻ എന്ന് പറയുന്നു, ഇപ്പോഴും സിനിമ മാറിയിട്ടില്ല, കഴിവുള്ളവരല്ല കാണാൻ കൊള്ളാവുന്നവരെ അല്ലെങ്കിൽ കയ്യൂക്കുള്ളവരെ തന്നെയാണ് സിനിമ ഏൽക്കുന്നത് എങ്ങനെയൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ സ്റ്റേറ്റ്മെന്റ് ഇതിലൂടെ പറയുന്നുണ്ട്. പിന്നെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡിലാണ് നിൽക്കുന്നത്. 1 മിനിറ്റ് ഇവിടെ നിന്നിട്ട് 1 മിനിറ്റ് അവിടെ നിൽക്കുന്നത്. എല്ലാം അങ്ങ് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്, ബട്ട് എല്ലാം അങ്ങ് ഒത്തത്തില്ല. ആൻഡ് മൊത്തത്തിൽ പറയുവാണെങ്കിൽ തലവര എപ്പോൾ വേണമെങ്കിലും മാറാം. തലവര എന്ന് പറയുന്നത് ആർക്കും ഒരു കുത്തകയല്ല. നിങ്ങൾക്കും മാറാം, എനിക്കും മാറാം, നമുക്കും മാറാം, ഈ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും മാറാം. സോ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളൊരു കോർ ഐഡിയ ആണ് ഡയറക്ടർ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കും ഒരു ദിവസം തലവര മാറുമെന്നുള്ള വിശ്വാസത്തിലൂടെ തലവര